നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ കളി കാണുക, അദ്ദേഹത്തെ പേഴ്സണലി മീറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ലെവൽ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഉദ്ദേശത്തിലാണ് ഇന്നത്തെ സാൻഡോസ് വേഴ്സസ് മിറാസോൾ മത്സരം കാണാൻ കാർലോ ആഞ്ചലോട്ടി എത്താൻ തീരുമാനിച്ചത്. പക്ഷേ നെയ്മർ ജൂനിയർ സാൻഡോസിൻ്റെ സ്ക്വാഡിൽ പോലുമില്ല. എന്ത് വിധി ഇത്! ഇതിലിപ്പം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ കൃത്യമായിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഗ്ലോബോ പറയുന്നത് നെയ്മർ ജൂനിയറുടെ മാർച്ച് മാസത്തിലെ കോളപ്പ് ഇപ്പോൾ സംശയത്തിലായിരിക്കുകയാണ്. നെയ്മേഴ്സ് ആബ്സെൻസ് ഇൻ സാൻഡോസ് മാച്ച് ഫ്രസ്ട്രേറ്റ് CBF ആൻഡ് പുട്ട്സ് കോളപ്പ് ഇൻ ഡൗട്ട്. CBFന് നിരാശയുണ്ട്. കാരണം നെയ്മറെ ടീമിലെടുക്കുന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് അങ്ങോട്ടേക്ക് പോകാൻ ആഞ്ചലോട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നെയ്മർ സ്ക്വാഡിൽ ഇല്ലാത്തത്. അപ്പോൾ CBFന് ഈ കാര്യത്തിൽ നിരാശയുണ്ട്. നെയ്മറുടെ കോളപ്പ് ഇപ്പോൾ ഡൗട്ടിലായിരിക്കുന്നു. മാർച്ച് മാസത്തിലേക്കുള്ള ബ്രസീൽ ടീമിൻ്റെ മത്സരങ്ങൾക്ക് പ്രിലിമിനറി ലിസ്റ്റിൽ നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആഞ്ചലോട്ടി എത്തുമ്പോൾ താരമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദ വിവരങ്ങൾ ഗ്ലോബോ പുറത്തുവിടുന്നുണ്ട്. അതിൽ പറയുന്നത് സാൻഡോസ് മത്സരത്തിന് നെയ്മറുടെ അഭാവം CBFന് നിരാശപ്പെടുത്തി. ദേശീയ ടീമിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ, അതാണ് അതിൻ്റെ ഹെഡിങ്. എന്നിട്ട് അവർ വിശദീകരിക്കുകയാണ്. സാൻഡോസ് FC-യുടെ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നെയ്മറുടെ അഭാവം ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ പദ്ധതികളെ തകിടം മറിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ചോദ്യചിഹ്നത്തിലാവുന്നു. CBFന് വലിയ നിരാശയുണ്ട്. ദേശീയ ടീം കോച്ചിങ് സ്റ്റാഫും CBF ഭാരവാഹികളും നെയ്മറുടെ പ്രകടനം നേരിട്ട് വിലയിരുത്താൻ കാത്തിരിക്കുകയായിരുന്നു. പരിക്കിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള പ്രധാന അവസരമായാണ് ഈ മത്സരത്തെ കണ്ടിരുന്നത്. എന്നാൽ താരം കളിക്കാൻ ഇറങ്ങാത്തതിൽ അധികൃതർക്ക് വലിയ നിരാശയുണ്ട്. അടുത്ത ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായി ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ നെയ്മറുടെ ഫിറ്റ്നസ് സംബന്ധിച്ച വ്യക്തത കുറവ് കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. ആവശ്യത്തിന് മത്സര പരിചയം, അതായത് മാച്ച് റിതം ഇല്ലാത്തൊരു താരത്തെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിലെ അപകട സാധ്യതയെക്കുറിച്ച് ടെക്നിക്കൽ കമ്മിറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ ആശങ്കയ്ക്ക് വകയുണ്ട്. നെയ്മർ ഒരു പക്ഷേ ഈ കോളപ്പിലും ഉൾപ്പെടാതെ പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഇവിടെ സംജാതമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സാൻഡോസ് CBF കമ്മ്യൂണിക്കേഷനിൽ എന്തോ ഫെയിലിയർ വന്നിട്ടുണ്ട് എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഒരൊറ്റ മത്സരം മാത്രമാണ് കോളപ്പിന് മുമ്പ് നെയ്മർ ജൂനിയർക്ക് കളിക്കാനുള്ളത്. അത് കൊറിന്ത്യൻസിനെതിരെയുള്ള മത്സരമാണ്. ആ മത്സരത്തിന് കാർലോ ആഞ്ചലോട്ടി എത്തില്ല. പകരം അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിലെ കുറച്ച് പേരെ നെയ്മറെ നിരീക്ഷിക്കാനായിട്ട് വിടും എന്നാണിപ്പോൾ CBF ഇറക്കിയിരിക്കുന്ന അജണ്ടയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് മാർച്ച് 15 സാൻഡോസ് വേഴ്സസ് കൊറിന്ത്യൻസ് മത്സരത്തിന് മിനോ ഫുൽക്കോ, അതായത് അസിസ്റ്റൻ്റ് കോച്ച്, അതുപോലെ തന്നെ ഫ്രാഞ്ചെസ്കോ മോളി അസിസ്റ്റൻ്റ് കോച്ച്, ബ്രൂണോ ബാക്യോറ്റെ പെർഫോമൻസ് അനലിസ്റ്റ്, പിന്നെ ക്ലോഡിയോ ടഫറേൽ ഗോൾ കീപ്പിംഗ് കോച്ച്, ഇവരെത്തും. അവർ നെയ്മർ ജൂനിയറുടെ കാര്യങ്ങൾ വിലയിരുത്തും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ന് മിറാസോൾ വേഴ്സസ് സാൻഡോസ് മത്സരമുണ്ട്. കാർലോ ആഞ്ചലോട്ടിയും റോഡ്രിഗോ കെയ്റ്റാനയും ആ മത്സരം അറ്റൻഡ് ചെയ്യും. അവർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്മർ ഇല്ല എന്ന് വെച്ച് അവരിനി പിൻവാങ്ങുന്നില്ല. കളി അവർ അറ്റൻഡ് ചെയ്യും. പക്ഷേ നെയ്മർ ഇല്ല. മാർച്ച് 11 ഫ്ലെമിംഗോ വേഴ്സസ് ക്രൂസൈറോ മത്സരത്തിന് യുവാൻ സാൻഡോസ് ബ്രസീൽ ടീമിൻ്റെ ടെക്നിക്കൽ കോർഡിനേറ്റർ, അതുപോലെ ക്രിസ്ത്യാനോ ന്യൂനസ് പ്രിപ്പറേഷൻ കോർഡിനേറ്റർ, അതുപോലെ തോമസ് അറൗഹോ പെർഫോമൻസ് അനലിസ്റ്റ്, ഇവർ പങ്കെടുക്കുമെന്ന് CBF അറിയിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ബാഹിയ വേഴ്സസ് വിറ്റോറിയ മത്സരത്തിന് ബ്രസീൽ ടീമിൻ്റെ മാനേജർ സിസേറോ സൗസയും പെർഫോമൻസ് അനലിസ്റ്റ് ബ്രൂണോ ബാക്യറ്റും അറ്റൻഡ് ചെയ്യും. പിന്നെ മാർച്ച് 12 വാസ്കോ ഡി ഗാമ വേഴ്സസ് പാൽമറാസ് മത്സരത്തിൽ റോഡ്രിഗോ കെയ്റ്റാനോ, അതായത് ബ്രസീൽ ടീമിൻ്റെ ജനറൽ കോർഡിനേറ്റർ, അതുപോലെ തന്നെ തോമസ് അറൗഹോ പെർഫോമൻസ് അനലിസ്റ്റ്, അവർ ആ മത്സരം അറ്റൻഡ് ചെയ്യും. മാർച്ച് 14 ബൂട്ടാഫോഗോ വേഴ്സസ് ഫ്ലെമിംഗോ മത്സരം കാണാൻ കാർലോ ആഞ്ചലോട്ടി തന്നെ ഉണ്ടാവും. കാർലോ ആഞ്ചലോട്ടിയും അതുപോലെ തന്നെ ജനറൽ കോർഡിനേറ്റർ റോഡ്രിഗോ കെയ്റ്റാനയും ടെക്നിക്കൽ കോർഡിനേറ്റർ ഇവാൻ സാൻഡോസും പെർഫോമൻസ് അനലിസ്റ്റ് സിമോൺ മൊണ്ടനാരോയും ആ കളി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എത്തും. മാർച്ച് 15 സാൻഡോസ് വേഴ്സസ് കൊറിന്ത്യൻസ് മത്സരം കാണാൻ വേണ്ടി എത്തുന്നവരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അന്ന് തന്നെ പാൽമറാസ് വേഴ്സസ് മിറാസോൾ മത്സരമുണ്ട്. അതിന് അസിസ്റ്റൻ്റ് കോച്ച് ഡേവിഡ് ആഞ്ചലോട്ടിയും പെർഫോമൻസ് അനലിസ്റ്റ് തോമസ് അറോഹോയും അറ്റൻഡ് ചെയ്യും എന്നുകൂടി CBF അറിയിക്കുന്നു. ചുരുക്കത്തിൽ ഈ മാർച്ച് മാസത്തിലെ കോളപ്പിന് മുന്നോടിയായിട്ട് വിപുലമായിട്ട് താരങ്ങളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആഞ്ചലോട്ടിയും സംഘവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.